പ്രവാസ ലോകത്തെ അമ്മമാർക്ക് താങ്ങായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് പാലക്കാട് സ്വദേശി രാകേഷ്. മസ്കത്തിലെ പ്രമുഖ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ യുവാവ് വികസിപ്പിച്ചെടുത്ത യന്ത്ര തൊട്ടിൽ എല്ലാ അർത്ഥത്തിലും നിരവധി മേന്മകൾ നിറഞ്ഞതാണ്. പ്രവാസ ലോകത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അമ്മമാർക്ക് ഇത് എല്ലാ അർത്ഥത്തിലും ഗുണകരമാകുമെന്ന് രാകേഷ് സ്വപ്നം കാണുന്നു. കുഞ്ഞിനെ തൊട്ടിലാട്ടി ഉറക്കാൻ നമ്മുടെ അമ്മമാർ എത്ര പാടുപെട്ടിട്ടുണ്ട്. ഉറക്കമിളച്ച് തൊട്ടിലാട്ടി കൈകുഴഞ്ഞ മുഴുവൻ അമ്മമാർക്കുമായി ഇതാ പ്രവാസി ലോകത്ത് നിന്ന് ഒരു കൈ സഹായം. മസ്കത്തിലെ റേ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പാലക്കാട് നെന്മാറ സ്വദേശി രാകേഷ് വികസിപ്പിച്ചെടുത്ത യന്ത്രത്തൊട്ടിലിന്റെ മാതൃകയാണിത്. മോട്ടോറിന്റെ സഹായത്തിൽ ആടുന്നു എന്നത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. തൊട്ടിലിൽ ഘടിപ്പിച്ച ഈ സെൻസർ കുട്ടിയുടെ ചലനങ്ങൾ മനസ്സിലാക്കും. ടൈമറിന്റെ സഹായത്തോടെ കുട്ടി ഉറങ്ങുന്ന സമയം കണക്കാക്കി ആട്ടം നിർത്തുകയും ചെയ്യാം. നാട്ടിൽ നിന്നാണ് രാകേഷിന്റെ മനസ്സിൽ യന്ത്രത്തൊട്ടിൽ എന്ന ആശയം നാം വിട്ടത്. ഞാൻ കോയമ്പത്തൂർ ലക്ഷ്മി മിൽസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന നൈറ്റ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു നല്ല മഴയുള്ള സമയത്ത് ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി രണ്ടാമത്തെ നിലയിലൊരു ചേച്ചി ഇങ്ങനെ രാത്രി ഇരുന്ന് തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആ സമയത്ത് എനിക്കൊരു തോന്നി, എന്തുകൊണ്ട് എല്ലാത്തിനും മെഷീനുണ്ട്, തൊട്ടിലാട്ടാനൊരു മെഷീൻ ഇതുവരെ ആരും കണ്ടുപിടിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചു. പിന്നെ അതിനെക്കുറിച്ച് ഡ്രോയിങ് തയ്യാറാക്കി. പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകളായി. നാട്ടിൽ വെച്ച് ഇതുപോലൊരു മാതൃകയുണ്ടാക്കിയത് പാലക്കാട്ട് പത്രങ്ങളുടെ പ്രാദേശിക പേജിലെ വാർത്തയായിരുന്നു. എന്നാൽ രാകേഷിന്റെ ശ്രമങ്ങൾ ആ കൗതുക വാർത്തയിൽ ഒതുങ്ങി. യന്ത്രത്തൊട്ടിലെന്ന ആശയത്തെ ആരും ഏറ്റെടുക്കാൻ എത്തിയില്ല. നാളുകൾ പലത് കഴിഞ്ഞ് ഓട്ടോ ഇലക്ട്രീഷ്യന്റെ ജോലിയുമായി ഇദ്ദേഹം മസ്കത്തിലേക്ക് വന്നു. നാട്ടിൽ നിന്ന് പഴയ തൊട്ടിലിന്റെ ഭാഗങ്ങൾ വരുത്തി വീണ്ടും യന്ത്രത്തൊട്ടിലിൽ ഗവേഷണം തുടങ്ങി. പക്ഷേ കാര്യങ്ങൾ മാറി. രാകേഷിന്റെ യന്ത്രത്തൊട്ടിൽ ഒമാനിലെ അനാഥാലയങ്ങൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും നിർമ്മിച്ചു നൽകാൻ തയ്യാറെടുക്കുകയാണ് രാകേഷ് ജോലി ചെയ്യുന്ന പെട്രോളിയം സ്ഥാപനം. സ്ഥാപനത്തിന്റെ മേധാവി ഇക്കാര്യത്തിൽ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തതിന്റെ ആവേശത്തിലാണ് രാകേഷ് ഇപ്പോൾ. ഈ തൊട്ടിൽ നാട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഓരോ കമ്പനിയോ ഓരോ VIPsകളോ ഹെൽപ്പ് ചെയ്യാനോ ആരും പൈസയായിട്ട് ഹെൽപ്പ് ചെയ്യാനോ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പാറ്റേൺ എടുക്കണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒമാനിൽ വന്നപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് GM ജെറമത്തിൻ്റെ അടുത്താണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം MDയോട് സംസാരിച്ചു. MD ഒന്ന് കണ്ടു, ഇത് നല്ല പ്രൊജക്റ്റാണ്, ഇത് പാവങ്ങളായിട്ടുള്ള അനാഥാലയങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് ഇത് സപ്ലൈ ചെയ്യാം, അതിന് എന്ത് കമ്പനിയുടെ പേരിൽ എന്ത് ഹെൽപ്പാണ് ചെയ്യുന്നതായിരിക്കും എന്ന് തമീം സാർ ഇതിന് പറഞ്ഞില്ല. ഇപ്പോൾ ലോകത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തൊട്ടിൽ ഫൈബർ ആക്കിയും ഇപ്പോൾ ഘടിപ്പിച്ച മൂവ്മെന്റ് സെൻസറിന് പകരം വോയിസ് സെൻസർ വച്ചും യന്ത്രത്തൊട്ടിൽ പരിഷ്കരിക്കാം. തന്റെ യന്ത്രത്തൊട്ടിൽ ഒമാനിലെ നിരവധി അമ്മമാർക്ക് ആശ്വാസം പകരുമെന്ന് ഓർക്കുമ്പോൾ സ്ഥാപന മേധാവിക്ക് മാത്രമല്ല പലർക്കും രാകേഷിന് നന്ദി പറയാനുണ്ട്. ഇതിൽ ഒരുപാട് സഹായിച്ചത് അയലൂർ SMI സ്കൂളിലെ അലിഖാൻ മാഷാണ്. അദ്ദേഹമാണ് ഇത് പേപ്പറിൽ കൊടുക്കാനും അദ്ദേഹമാണ് ഇത് നാളെ അറിയണം ഇത് കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞതും കൊടുക്കാനും എല്ലാ ഏർപ്പാടും ചെയ്യുന്നതും പൈസയായി സഹായിച്ചതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തോട് മാത്രമല്ല ആ SMI സ്കൂളിലെ എല്ലാ അധ്യാപകരും, എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരോടും, ഷായി സാറിനോടും രാജേഷ് മാഷിനോടും റോയ് സാറിനോടും ബേബിലാൽ മാഷിനോടും എല്ലാവരോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല. രാകേഷിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകി ഒപ്പമുള്ള ഈ സഹപ്രവർത്തകരും യന്ത്രത്തൊട്ടിൽ ജനങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. യന്ത്രത്തൊട്ടിലിന് പുറമെ നിരവധി ആശയങ്ങളുണ്ട് രാകേഷിന്റെ മനസ്സിൽ. അവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ പിന്തുണയും പ്രോത്സാഹനവുമാണ് അറിയപ്പെടാതെ പോകുന്ന ഈ ഗവേഷകന് ഇനി വേണ്ടത്.